അപ്പൊ നീ നാളെ രാവിലെ കടലിലേക്ക് വന്നാൽ മതി. ഗേറ്റ് തുറന്നാൽ തിരിച്ചോളൂ. വെറുതെ ആണോ ആളില് പറയണേ? നിങ്ങൾ സദാസമയം പൂട്ടിയിടേണ്ട ആവശ്യം എന്താ? തുറന്നിട്ട് പോയാൽ നല്ല ചേലായി. വന്നോട്ടെ. ഞാനിവിടെ അല്ലെങ്കിൽ ഒരു പൂവോ ചെടിയോ ബാക്കി വെച്ചേക്കോ അസുരത്തുക്കള്. നല്ല വട്ട് തന്നെ. അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിലോ? അതിന് നമ്മുടെ കയ്യിൽ വേറെ താക്കോലുണ്ട്. അതെ, എന്തും അധികമായാൽ എന്താ പറയാന്നറിയോ? ഭ്രാന്ത്. ആ ഭ്രാന്ത് തന്നെയാ. പക്ഷേ നിങ്ങളുടെ ഭ്രാന്ത് ഞാൻ പറയില്ല, കാറ് കേൾക്കും. ആ ഭ്രാന്ത് നിനക്കും ഉണ്ടാവും. കല്യാണം കഴിയട്ടെ. എന്നാലും ഇത്രയും വരില്ല. ആ പോട്ടെ. എന്താടാ ഊണ് കഴിച്ചാ? ഇന്ന് മീൻ ഇറച്ചൊന്നും ഇല്ലാണ്ട് നീ വെള്ളം ഉണ്ടാക്കിയ? പോയിട്ട് എന്തായി? നമ്മള് വിചാരിച്ച പോലെ ഒന്നും അല്ലമ്മേ. പെൺകുട്ടി തെറ്റില്ല. പൊന്നും പണമൊന്നും കാര്യമായിട്ട് കിട്ടില്ല. നമുക്ക് എന്തിനാ പൊന്നും പണമൊക്കെ? ഒന്നുമില്ലെങ്കിലും രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഒരു ജവാന്റെ മോളല്ലേ, ആ പുണ്യങ്ങളുണ്ടാവും. എന്തായാലും നടന്നു കണ്ടാ മതി. അമ്മ എങ്ങനെ കുളിച്ചൊരുങ്ങി? ഏതാണ്ട് വിരുന്നിന് പോണ പോലെ. പച്ചവെള്ളത്തിലാ കുളിച്ചേ? അതൊന്നും സാരമില്ല. സാരില്ലാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ ഞാൻ തന്നെ ചുമക്കണം. പിന്നെ മോനെ, നമുക്കൊന്ന് ശിവൻകുട്ടിയുടെ അടുത്തേക്ക് പോവാ. ഇപ്പോഴോ? എന്താ വിശേഷം? വിശേഷം ഉണ്ടെങ്കിൽ എനിക്ക് അവനെ പോയി കാണാൻ പറ്റൂ. എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് മാസം ഒന്ന് കഴിഞ്ഞു. അതിന് അവനൊന്ന് ഇങ്ങോട്ട് വന്നാൽ എന്താ? ഈ വയസ്സുകാലത്ത് അമ്മ ഇക്കണ്ട ദൂരം യാത്ര ചെയ്ത് അങ്ങോട്ട് പോണോ? അവന് സമയം ഉണ്ടാവണ്ടേ? നിന്നെ പോലെയാണോ? അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാ. ഞാൻ പണിയും തൊഴിലില്ലാത്തവനാണല്ലോ. എന്തായാലും ഞായറാഴ്ച ആവട്ടെ. ഏയ്, ഞായറാഴ്ച ആവാനൊന്നും നിക്കണ്ട. ശാന്ത ഇവിടെ വന്നപ്പോഴാ പറഞ്ഞത്. അവൻ വലിയ വിഷമത്തിലാ. ഏട്ടനും അമ്മയും അവനെ തിരിഞ്ഞു നോക്കണില്ലാന്ന്. ബിന്ദുവിന് അടുത്ത ആഴ്ചയാന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. കടിഞ്ഞൂലെല്ലെങ്കിലും വേറുന്നില്ലേ. ശാന്തി എങ്ങാതിലും ചെന്നത് വലിയ സന്തോഷായി ഇത്രേ. ഞാൻ ചെന്നാ വലിയ സമാധാനാവും അവന്. അപ്പൊ ബിന്ദുവിന്റെ പ്രസവം വരെ അമ്മ അവിടെ നിൽക്കാനാ പരിപാടി? അതല്ലടാ കാര്യം. ബിന്ദുവിന്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഉണ്ടാവണ കുരുന്ന് നമ്മളുടേതല്ലേ. അത് നമ്മൾ നോക്കണം. ഞാൻ പറയണത് നമുക്ക് രണ്ടാൾക്കും അങ്ങോട്ട് പോവാന്നാ. അമ്മ എന്താ ഈ പറയണേ? അവന്റെ ഭാര്യ വീട്ടിൽ പോയി ഞാൻ വിരുന്ന് താമസിക്കേ? അതിനെന്താ, എന്തായാലും എനിക്ക് പോയേ പറ്റൂ. അവിടെ ചെന്നാല് അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും. പിന്നെ ഞാൻ ഉള്ള കുട്ടിയല്ലേ, എന്ത് പറഞ്ഞാലും ഒരു മുടക്കം പറയും. വെറുതെ അല്ല ശാന്ത പറയണം. അവരൊക്കെ പറഞ്ഞോട്ടെ, അമ്മ പറയാണ്ടിരുന്നാ മതി. നീ ഒന്ന് ആലോചിച്ചു നോക്കടാ. നമ്മള് ഒന്നും ആലോചിക്കാനില്ല. അമ്മയ്ക്ക് പോണം. അവളുടെ പ്രസവം കഴിയുന്നവരെ അവിടെ നിൽക്കാൻ അത്രയല്ലേ ഉള്ളൂ. അമ്മ വേണ്ട എന്നാ വെച്ചാൽ എടുത്തു വെച്ചോളൂ, ഞാൻ കൊണ്ടാക്കാം. എന്താ എന്താ കിടക്ക്, പടിക്കുറത്ത് കിടക്ക്. ആ, ഞാനൊരു കാര്യം. ഒന്നും പറയണ്ട. എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. ഇവിടെ ആർക്കും കൊടുക്കാനും പോവില്ല. ഞാൻ ഗോവിന്ദമേനോന്റെ പേരക്കുട്ടിയാ. അതുകൊണ്ട് നിനക്കുന്ന അവിടെ ഫ്രീ പാസ് ഉണ്ടോ? ഗോവിന്ദമേനോന്റെ പേരക്കുട്ടിയല്ല, ഗോവിന്ദമേനോൻ തന്നെ വന്നാൽ പോലും ഇവിടെ പോവില്ല. വെറുതെ അല്ല എനിക്കൊരു പെണ്ണ് കിട്ടാത്തത്. ഇന്ന് പോയി കണ്ട പെണ്ണുണ്ടല്ലോ, ആ ജവാന്റെ മുള്ളു, അവളെ കിട്ടാൻ മുള്ള നമുക്ക്. പോവാണടോ. ശോഭം നിൽക്കണില്ലേ പാലാടുന്നു. ജവാൻ സാർ, അയ്യോ കള്ളി നിൽക്കണേ.